Okay, Module 5 topic ആണ് General Plane Motion അല്ലെങ്കിൽ Combination of Rotational and Translational Motion. Okay, so if you are considering a wheel, ഒരു വീലിൻ്റെ മൂവ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ വീലിന് രണ്ട് മോഷൻ അവിടെ ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വീല് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഫോം ചെയ്യുന്നത്. സോ അവിടെയുള്ള വെലോസിറ്റി നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ two velocities, that is rotational velocity and translational velocity. So velocity at any point can be defined as the sum of the velocities in the translation direction and as well as the rotational direction. അതാണ് മെയിനായിട്ട് ഇതിൽ പറയണത്. സോ ഇൻ കേസ് ഇപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ ഫിഗറിൽ ഒരു വീലാണ് അത് മൂവ് ചെയ്യണത് ബി തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് എസ്. ഈ ഒരു കേസിൽ വി ബി, ഓക്കെ, വി ബി എന്ന് പറയണത് വി ക്യാൻ റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു എ എസ് വി എ പ്ലസ് ഒമേഗ ഇൻറ്റു എ ബി. ഒമേഗ ഇൻറ്റു എ ബി എന്ന് പറയുന്നത് റൊട്ടേഷണൽ വെലോസിറ്റിയും വി എ എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയാണ്. സിമിലർലി നമുക്ക് വി സി എഴുതാൻ പറ്റും. വി സി ഈസ് ഈക്വൽ ടു വി എ ഇൻറ്റു ഒമേഗ ഇൻറ്റു എ സി. ഓക്കെ, സോ ഇതാണ് കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇനി ഇതിൻ്റെ 3 കേസസ് ഉണ്ട്. ഓക്കെ, 3 കേസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇറ്റ് ഈസ് ഇൻ പാരലൽ ഡയറക്ഷൻ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെലോസിറ്റി എഴുതുമ്പോൾ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് വി എ ഈസ് ഈക്വൽ ടു വി സി പ്ലസ് ആർ ഒമേഗ. ഓക്കെ, നെക്സ്റ്റ് ഇസ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ദാറ്റ് ഇസ് വെലോസിറ്റി അറ്റ് ബി. ഈ ഒരു പോയിന്റിലത്തെ വെലോസിറ്റിയാണ് നമുക്ക് വേണമെന്ന് വെച്ചാൽ രണ്ട് പെർപെൻഡിക്കുലർ വെച്ചാൽ വി സി ഒരു ഡയറക്ഷനിലും വി ബി ഒരു ഡയറക്ഷനിലാണ് പോണത്. ഓക്കെ, സോ നമുക്ക് വി ബിയുടെ വെലോസിറ്റി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ബി എന്നുള്ള പോയിന്റിൽ വെലോസിറ്റി കിട്ടാൻ വേണ്ടി വി ക്യാൻ യൂസ് റൂട്ട് ഓഫ് വി സി സ്ക്വയർ പ്ലസ് ആർ ഒമേഗ ഹോൾ സ്ക്വയർ. ആൻഡ് പാരലൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു മൈനസ് വരും, ദാറ്റ് ഇസ് വി സി മൈനസ് ആർ ഒമേഗ. ഇത്രയാണ് വെലോസിറ്റിയിൽ പഠിക്കാനുള്ളത്. ഇനി ഒരു പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ വെലോസിറ്റി അറ്റ് പോയിന്റ് ഡി ആൻഡ് ഇ ഫോർ എ ഗിവൺ റോളർ ഹാവിംഗ് റേഡിയസ് 2 മീറ്റർ ആൻഡ് വെലോസിറ്റി അറ്റ് പോയിന്റ് സി ഇസ് 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി അറ്റ് സി തന്നിട്ടുണ്ട്, വി സി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ എപ്പോഴും വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഈ ഒരു പോയിന്റ്, ഓക്കെ, ഈ കോണ്ടാക്റ്റ് ആവണം ഈ പോയിന്റ് ഒ ആണെന്ന് വയ്ക്കുക. ഓക്കെ, സോ ആണെങ്കിൽ വി ഒ എന്നുള്ള വെലോസിറ്റി ഇറ്റ് വിൽ ബി 0 ആൻഡ് ഈ ഒരു ബോഡിയുടെ റേഡിയസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. Okay, now first we have to find the velocity at point D. So velocity at point D കണ്ടുപിടിക്കണമെങ്കിൽ we are finding it with respect to the point C. So VD will be equal to VC plus R omega. R എന്ന് വെച്ചാൽ ഈ സിയും ഡി തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് സി ഡി ഇൻറ്റു ഒമേഗ. ഇനി നമുക്ക് ഒമേഗ എന്നുള്ളൊരു വാല്യൂ കണ്ടുപിടിക്കണം. ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി സി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് സി 40 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ വെലോസിറ്റി ഓഫ് സി ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വി ഒ പ്ലസ് ആർ ഇൻറ്റു ഒമേഗ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ കോണ്ടാക്ട് പോയിന്റ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് വി ഒ പ്ലസ് ആർ ഇൻറ്റു ഒമേഗ. ബട്ട് വി നോ ദാറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വെലോസിറ്റി 0 ആണ്, ദാറ്റ് ഇസ് വി ഒ വിൽ ബി 0. സോ വി ക്യാൻ റൈറ്റ് വി സി ആസ് ആർ ഒമേഗ. ഓക്കെ, ആൻഡ് ആർ എന്ന് പറയുന്നത് 2 മീറ്റർ തന്നെയാണ്. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ഒമേഗ ആസ് 20 റേഡിയൻസ് പെർ സെക്കൻഡ്. സോ അങ്ങനെ നമ്മൾ വി ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ വി ഡിയും വി സിയും ഒരേ ഡയറക്ഷനിൽ പാരലൽ ഫോഴ്സസ് ആണ്, ഐ മീൻ പാരലൽ വെലോസിറ്റീസ് ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് വി ഡി ഈക്വൽ ടു വി സി പ്ലസ് സി ഡി ഇൻറ്റു ഒമേഗ. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ഇ. ഓക്കെ, ഇൻ്റെ ഇവിടെ സോൾവ് ചെയ്തിട്ടില്ല, ബട്ട് ഇ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ സി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഇൻ ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. So since it is in the perpendicular direction, we are using the formula, that is VE will be equal to root of VC square plus R omega square. VC square എന്ന് പറയുന്നത് 40 വരും, R എന്ന് പറയുന്നത് 2 മീറ്റർ ആൻഡ് ഒമേഗ വിൽ ബി 20 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് പോയിന്റ് P and Q for a given compound wheel where the velocity at point O is 16 meter per second. So velocity at O തന്നിട്ടുണ്ട്, it is 16 meter per second. We have to find the velocity at P and Q. Okay,
So VO is 16 meter per second. So ഇത് VOനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ് with respect to the point C, center point. So I am considering the center point velocity, that is VC as 0. So VC will be equal to R into omega. Okay, ഇതിൽ R എന്ന് പറഞ്ഞാൽ ഈ Cന്ന് Oയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. So we can write VC plus OC into omega. സോ ഒ സി എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഓരോ ഡിസ്റ്റൻസസും ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. ഓക്കെ, സോ ആർ ഒമേഗ എന്ന് പറയുന്നത് വിൽ ഗെറ്റ് ഇറ്റ് as 16 meter per second ആൻഡ് ഒമേഗ വിൽ ബി ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ ആർ. ആർ ഇവിടെ തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 0.3 meter. സോ 0.3 meter സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒമേഗയുടെ വാല്യൂ കിട്ടി. ഒമേഗയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് velocity at P and Q. So first we are considering velocity at Q. So velocity at Q with respect to C എടുക്കുകയാണെങ്കിൽ it will be VC plus VQC. VQC എന്ന് വെച്ചാൽ R omega. VCയുടെ വാല്യൂ 0 ആണെന്ന് അറിയാം. So we will write 0 plus omega into R. R എന്ന് പറയുന്നത് CQ എന്നുള്ള ഡിസ്റ്റൻസ്. CQ എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 0.5 meter. Okay, so we are substituting omega into 0.5. Okay, now similarly കിട്ടിയ വാല്യൂ തന്നെയായിരിക്കും വി പിയിലുള്ള വാല്യൂ. നെക്സ്റ്റ്, for the above question consider O as the point of contact and VC at 20 meter per second. Identify the velocity at Q and P. സോ ഒ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ വി ഒ എന്ന് പറയുന്നതായിരിക്കും 0 എന്ന് വരാം. ആൻഡ് വി സി എന്ന് പറയുന്നതാണ് 20 meter per second. സോ നമുക്ക് വി സി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഒ പ്ലസ് ആർ ഒമേഗ. ആറിൻ്റെ വാല്യൂ 0.3. ഓക്കെ, ആൻഡ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ആൻഡ് ഫൈൻഡിങ് ദ വാല്യൂ ഫോർ ഒമേഗ. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വി ക്യൂ കണ്ടുപിടിക്കുക. വി ക്യൂവിൽ വി സി പ്ലസ് ആർ ഇൻറ്റു ഒമേഗ. അപ്പോൾ ആർ എന്ന് പറയുന്നത് സി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യൂ എന്ന് കിട്ടും. ഇനി വി പി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി പി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോണത്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാരണം വി സി മൈനസ് ആർ ഒമേഗ എന്ന് വരും. ഓക്കെ, എന്നിട്ട് അവിടെ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിൽ ഗെറ്റ് ദി വെലോസിറ്റീസ് ഫോർ ക്യൂ ആൻഡ് പി. നെക്സ്റ്റ് ഇസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സോ നമ്മൾ പറഞ്ഞു ഒരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് both the motions, that is rotational as well as translational motion. So instantaneous center എന്ന് പറയുമ്പോൾ ബോഡി A1 B1 ഉണ്ട്. A1 B1 എന്ന് പറഞ്ഞ ബോഡി A2 B2 എന്നുള്ള പൊസിഷനിലേക്ക് എത്താണ്. അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് മോഷൻ നടന്നുണ്ട്. ദാറ്റ് ഇസ് A1 B1 ആദ്യം A2 B1 ഡാഷ് എന്നുള്ള പൊസിഷൻ, അത് വെച്ചൊരു ട്രാൻസ്ലേഷണൽ മോഷൻ അവിടെ നടന്നു. അതിനുശേഷം A2 B2 എന്നുള്ള പൊസിഷൻ എത്താൻ ഒരു റൊട്ടേഷനും ഉണ്ടായി. ഇതാണ് ആക്ച്വലി A1 B1 ഉണ്ടായ മോഷൻ. ഓക്കെ, ഇനി ഈ ഒരു മോഷൻ എനിക്ക് പറയാൻ പറ്റും പ്യുവർലി റൊട്ടേഷനായിട്ട് നടക്കുകയാണ്. സച്ച് ദാറ്റ് A1 B1 എന്ന് പറയുന്നത് എബൌട്ട് എ പോയിൻറ്റ്. ഓക്കെ, എബൌട്ട് എ പോയിൻറ്റ് I, അത് അതിന് വെറും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഏത് പോയിൻറ്റിലാണോ റൊട്ടേഷൻ മാത്രം പോസിബിളായി വരുന്നത് അതിനെയാണ്, ആ പോയിൻറ്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയണത്. ഓക്കെ, സോ ഏത് പോയിൻറ്റിൽ നിന്നാണോ ആ ബോഡിക്ക് ഇറ്റ് വിൽ ബി ഇൻ പ്യുവർ റൊട്ടേഷൻ, ദാറ്റ് പോയിൻ്റ് ഇസ് നോൺ ആസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഓക്കെ, സോ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ കേസിൽ സിമ്പിളാണ്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൽ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ എപ്പോഴും വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു റൊട്ടേഷനായി കാരണം ആർ ഒമേഗ, അതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ ആർ എന്ന് പറയുന്നത് ഏത് പോയിൻ്റാണോ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ആ പോയിൻ്റ് തൊട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഇപ്പോൾ നമ്മൾ എ ആണ് എടുക്കണതെന്ന് വെച്ചാൽ വി A1 ഇസ് ഈക്വൽ ടു A1I, ദാറ്റ് ഇസ് A1I ഇൻറ്റു ഒമേഗ. A1I ആയിരിക്കും ഇവിടുത്തെ ആർ. അതേപോലെ തന്നെയാണ് ഏതൊരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിൻ്റ് തൊട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അതാണ് അതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് നോക്കാനുള്ളത്. രണ്ട് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ.
And the second property is the direction of velocity is perpendicular to the line joining the point and instantaneous center. That is, ഇപ്പോൾ എ എന്നുള്ള പോയിന്റിലേക്കുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എ ഐ നമ്മൾ ജോയിൻ ചെയ്തു. എ ഐന്ന് പെർപെൻഡിക്കുലറായിട്ട് ഏത് ഡയറക്ഷനാണോ പോണത് ആ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി ആക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് പോയിന്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള 3 കേസസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 2 വെലോസിറ്റി തന്നിട്ടുണ്ടാവും. ഈ 2 വെലോസിറ്റി 2 ഡയറക്ഷനിലൊക്കെ പോണത്. അവിടെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാൻ ആ 2 വെലോസിറ്റിയിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുമ്പോൾ ആ പെർപെൻഡിക്കുലേഴ്സ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിൻ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 2 പാരലൽ ഫോഴ്സസ്, ഓക്കെ, ലൈക്ക് പാരലൽ വെലോസിറ്റീസ് ആണ് ആക്ട് ചെയ്യണത്. സോ ലൈക്ക് പാരലൽ വെലോസിറ്റി ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് ആ വെലോസിറ്റീസ് റെപ്രസെൻ്റ് ചെയ്യുക. റെപ്രസെൻ്റ് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുമ്പോൾ ഈ വെലോസിറ്റീസും ഈ 2 മാഗ്നിറ്റ്യൂഡും ഈ വെലോസിറ്റീസും ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടാവും. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വരാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് വെലോസിറ്റീസ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ആ 2 എൻഡ്സ് കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈ 2 എൻഡ് കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണോ അത് മീറ്റ് ചെയ്യണം ആ പോയിൻ്റ് ആയിരിക്കും അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ റിലേറ്റ് ചെയ്ത പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം സിലബസിൽ വെറും കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഞാൻ ഈ പ്രോബ്ലം ജസ്റ്റ് പറയാം. Calculate the velocity at point A and B when the velocity at the center is given as 50 meter per second and radius of rotating roller is 0.5 meter. ഓക്കെ, അപ്പോൾ റേഡിയസ് 0.5 മീറ്റർ തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ റോളർ വരുമ്പോൾ ഈ റോളറിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിരിക്കും. സോ ഈ കേസിൽ O ആണ് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സോ നമുക്ക് എ എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ നമ്മൾ OA ജോയിൻ ചെയ്തു, പെർപെൻഡിക്കുലർ വരച്ചു. ഇനി നമുക്ക് വെലോസിറ്റി കിട്ടാൻ ഇറ്റ് ഷുഡ് ബി R ഒമേഗ. R എന്ന് പറയുന്നത് എ തൊട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് OA. സോ OA ഇൻറ്റു ഒമേഗ. ഇനി നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുക? സെൻട്രൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ്, റൈറ്റ്? VC ഈസ് ഈക്വൽ ടു R ഒമേഗ. 50 ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഒമേഗ. R ഇസ് 0.5. From that you will get the value for omega. Substitute the value in the first equation, that is V equal to 1 into omega. അങ്ങനെ നമുക്ക് എ എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റി കിട്ടും. ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ബിയിലുള്ള വെലോസിറ്റിയാണ്. ബിയിലുള്ള വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് VB will be equal to OB into ഒമേഗ. ഈ OB എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. OBC എന്നുള്ളൊരു ട്രയാങ്കിൾ. OBC ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് നമ്മൾ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് OBയുടെ ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് 0.5 സ്ക്വയർ പ്ലസ് 0.5 സ്ക്വയർ വെച്ചിട്ട് സോൾവ് ചെയ്താൽ OBയുടെ ഡിസ്റ്റൻസ് കിട്ടി. ആ OB എന്നുള്ള ഡിസ്റ്റൻസ് വേണം VBയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ദാറ്റ് ഇസ് OB ഇൻറ്റു ഒമേഗ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിൽ ഗെറ്റ് ദി വെലോസിറ്റി അറ്റ് പോയിൻറ്റ് B. സോ ഇതാണ് മൊഡ്യൂൾ 5 ഫസ്റ്റത്തെ ടോപ്പിക്ക്.